الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى والدين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ് നമ്മുടെ നാടും നമ്മളുമൊക്കെ എത്തി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും അവരെ മത്സരിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവേണ്ട നാട്ടുകാരും എല്ലാവരും വലിയ ആകാംക്ഷയിലും അതിലേറെ ഉത്കണ്ഠയിലുമൊക്കെയാണ്. പലരുടെയും നെഞ്ചിടിപ്പുകൾ പുറത്തേക്കറിയാറായിട്ടുണ്ട്. അത്രയും വലിയ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് നാടും നഗരവും എത്തി നിൽക്കുന്നത്. എന്താണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ സംഭവിക്കുക? പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ജയിച്ചാൽ എന്താ സംഭവിക്കുക? അതും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ തോറ്റാൽ ജീവിതം മുഴുവനും നഷ്ടമാകുന്ന, ജയിച്ചാൽ ജീവിതം മുഴുവനും വിജയമാകുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും ഒരു വലിയ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത, ആ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റത് തന്നെയാണ്. പിന്നെ ഒരു വിജയമോ വിജയിക്കാനുള്ള അവസരമോ ഇല്ല, അതൊരു തോൽവി തന്നെയാണ്. അതിൽ ജയിച്ചാൽ ആ ജയമാവട്ടെ അത് ഏറ്റവും അനശ്വരമായ, അവസാനിക്കാത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ നമുക്കേറെ പരിചയമുള്ള ഒരു ചെറിയ സൂറത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച ചില വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഫഅമ്മാ മൻ സഖുലത് മവാസീനു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ ആ തെരഞ്ഞെടുപ്പിൽ ആര് തെരഞ്ഞെടുക്കപ്പെട്ടോ, ആരുടെ
തുലാസ് അവനെ ജയിപ്പിച്ചോ, ഫഹുവ ഫീ ഈശത്തിർ റാളിയ, അവൻ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും തൃപ്തികരമായ, ആനന്ദകരമായ, അല്ലലും അലട്ടലുമില്ലാത്ത, ഉത്കണ്ഠകളും വേവലാതികളുമില്ലാത്ത, സുഖവും സമൃദ്ധിയും മാത്രമുള്ള ഒരു ജീവിതത്തിലേക്ക് അവൻ പ്രവേശിപ്പിക്കപ്പെടും. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു, എന്നാൽ ആരുടെ തെരഞ്ഞെടുപ്പാണോ പരാജയപ്പെട്ടു പോയത്, ആരാണോ അവന്റെ ആ തെരഞ്ഞെടുപ്പിലെ തുലാസിന്റെ കനം കുറഞ്ഞ് ആരാണോ തോറ്റുപോയത്, ഫഉമ്മുഹു ഹാവിയ, ആ തോൽവി അവനെ കൊണ്ടെത്തിക്കുന്നത് ഹാവിയയിലാണ്. ഹാവിയ, വമാ അദ്റാക മാ ഹിയ, ഹാവിയ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? നാറുൻ ഹാമിയ, ഏറ്റവും ചൂടേറിയ കത്തിജ്വലിക്കുന്ന തീയത്രേ അത്. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ പോകാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും സാധ്യമല്ല. നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മൾ നാട്ടില് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രവർത്തിക്കണം. ഇതങ്ങനെയല്ല. ഓരോരുത്തരും ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളാണ്. നമ്മൾ ഓരോരുത്തരും ജീവനോടുകൂടി ആര് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ അവരൊക്കെയും ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളാണ്. ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? എല്ലാവരും കൂടി ഒരാളെ തെരഞ്ഞെടുക്കുന്നു എന്നതല്ല ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ സവിശേഷത. ഓരോ വ്യക്തിയും അയാൾ എന്തിനെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. സാധാരണ തെരഞ്ഞെടുപ്പിൽ ആളുകളൊക്കെ കൂടി ഒരാളെ തെരഞ്ഞെടുക്കും, അയാളെ തെരഞ്ഞെടുത്ത് അയാളെ ജയിപ്പിക്കും. ഈ പറയപ്പെടുന്ന തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത ഓരോ വ്യക്തിയും ജയിക്കേണ്ടവനാണ്, ഓരോ വ്യക്തിയും തോൽക്കാവുന്നതാണ്. ജയവും തോൽവിയും അവന് സ്വയം തെരഞ്ഞെടുക്കാൻ അധികാരമുണ്ട്. അവന് ജയിക്കണോ, അവന് ജയം തെരഞ്ഞെടുക്കാം. അവന് തോൽക്കണോ, അവന് തോൽവി തെരഞ്ഞെടുക്കാം. അവൻ തെരഞ്ഞെടുക്കുന്ന ജയത്തിന്റെ സവിശേഷതയാണ് നേരത്തെ പറഞ്ഞ ഫീ ഈശത്തിർ റാളിയ. റാളിയ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പൂർണ്ണമായി ഇഷ്ടപ്പെടുന്ന, അനിഷ്ടകരമായതൊന്നുമില്ലാത്ത ഒരു ജീവിതമാണ് അവൻ തെരഞ്ഞെടുക്കാൻ സാധിക്കുക. അല്ല അവൻ തെരഞ്ഞെടുക്കുന്നത് മറ്റൊന്നാണോ? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒന്നുകൂടി ആ കാര്യം വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. ബൽ തുഅ്സിറൂനൽ ഹയാത്തുദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ. ബൽ തുഅ്സിറൂന അൽ ഹയാത്തുദ് ദുനിയ, പക്ഷേ നിങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിട്ടും ഭൗതിക ജീവിതത്തിലെ നൈമിഷികമായ സുഖസൗകര്യങ്ങളെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നു. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ. വൽ ആഖിറത്തു, എന്നാൽ പരലോകമാവട്ടെ ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമമായതും, വഅബ്ഖ, ഏറ്റവും ബാക്കി നിൽക്കുന്നതും, ബാക്കിയാകുന്നതും, ഉത്തമമായതും, എന്നെന്നും നിലനിൽക്കുന്നതും ആ പരലോകമായിരിക്കെ എപ്പോഴും അവസാനിച്ചേക്കാവുന്ന നൈമിഷികമായ ഒന്നും ചേർത്തു വെക്കാനില്ലാത്ത ഒരു ജീവിതത്തെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നു. അല്ലാഹു മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിൽ മനുഷ്യന് സംഭവിക്കുന്ന ആ വലിയ അബദ്ധത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തണം. പലപ്പോഴും മനുഷ്യർ ജീവിക്കുമ്പോൾ അല്ലാഹു തആല ഈ പറഞ്ഞതുപോലെ തന്നെ ദുന്യാവിലെ സുഖങ്ങൾ മാത്രം സ്വപ്നം കണ്ട് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നു. അവന്റെ ജീവിതങ്ങൾ അത്രയും, ജീവിതത്തിലെ പരിശ്രമങ്ങൾ അത്രയും ഈ നൈമിഷികമായ ഒരു സോപ്പ് കുമിള പോലെ എപ്പോഴും പൊട്ടി തകർന്നു പോയേക്കാവുന്ന ഒരു ജീവിതത്തിന് വേണ്ടി മരിച്ചോലോ, വീണോലോ, തീർന്നോലോ, അപകടത്തിലാണോലോ, അങ്ങനെ 2-3 വാക്കുകളിൽ അവസാനിച്ചേക്കാവുന്ന ഒരു ജീവിതത്തിന് വേണ്ടി മാത്രം ഈ അടുപ്പിൽ വെക്കാൻ വേണ്ടി പണ്ടൊക്കെ ചകിരി, നനഞ്ഞ ചകിരി അടുപ്പത്ത് വെച്ച് കത്തിക്കാൻ വേണ്ടി തലേന്ന് ഉമ്മ കൊണ്ടുവന്ന് അടുപ്പത്ത് ഇങ്ങനെ അട്ടി വെക്കാറുണ്ട്. അടുപ്പിൻ്റെ അടുത്ത് ചൂട് കൊണ്ട് ചകിരി ചൂടായി രാവിലെ കത്തിക്കാനാണ്. ഈ കത്തിക്കാൻ വെച്ച ചകിരിയുടെ മേലക്കാണ് രാവിലെ വരുമ്പോൾ
ചെതല് വന്നിട്ട് മണ്ണ് കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ചെറിയ പുറ്റുകൾ ഉണ്ടാക്കും. ചെറിയ ചെതലിൻ്റെ കൂട് ഇങ്ങനെ മേലേക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുണ്ടാക്കാൻ ആ ചെതൽ എത്ര കഷ്ടപ്പെട്ട് തരും. കാരണം കല്ലില്ലാത്ത തരിയായ മണ്ണ് എവിടുന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് മേലേക്ക് വെച്ച് അതതിൻ്റെ കൊട്ടാരുണ്ടാക്കുകയാണ്. രാവിലെ അടുപ്പത്ത് വരുന്ന ഉമ്മ ഒരൊറ്റ കൊട്ടാണ്, അത് നിലത്ത് കൊട്ടിയിട്ട് അത് അടുപ്പിലേക്ക് വെക്കും. ആ ചെതലിൻ്റെ കൊട്ടാരം അവിടെ അവസാനിക്കും. ആ ചെതലിൻ്റെ കൊട്ടാരം പോലെ എപ്പോഴും അവസാനിച്ചേക്കാവുന്ന ഒരു ജീവിതമാണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ പിന്നാലെ തന്നെ കൂടി അതിനും വേണ്ടി ആഗ്രഹങ്ങളൊക്കെ അതാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങളും അല്ലാഹു തആല പറയുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതം പറഞ്ഞാൽ മഴയത്ത് മുളച്ചു വരുന്ന ചെടി പോലെയാണെന്നാ. അതിങ്ങോട്ട് വളർന്ന് വലുതായിട്ട് ഇങ്ങനെ ഉഷാറായി നിൽക്കുമ്പോൾ കാലാകാലം നിൽക്കൂലല്ലോ. പിന്നെ കാണാം പതുക്കെ വളർന്ന് തളർന്ന് വാടി അത് വൈക്കോലായി മാറുന്നു. മനുഷ്യന്റെ ആഗ്രഹം അങ്ങനെയാ. എന്തൊക്കെ ആഗ്രഹങ്ങളില്ലേ. ചെറുപ്പത്തിൽ ബാല്യത്തിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കൗമാരത്തിലെത്തിയപ്പോൾ ആഗ്രഹങ്ങൾ മാറി. യുവത്വത്തിലെത്തിയപ്പോൾ ആഗ്രഹങ്ങൾ ഒന്നുകൂടി തീഷ്ണമായി. മധ്യവയസ്സിലെത്തിയപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ മാറി മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹിക്കാൻ തുടങ്ങി. അവസാനം ഈ ആഗ്രഹമൊക്കെ എവിടെ എത്തുന്ന എന്നോടൊരാൾ സത്യസന്ധമായി പറഞ്ഞതാ. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഇപ്പോൾ ഒരൊറ്റ ആഗ്രഹമുള്ളത് ഒരു ചെറിയൊരു മുറി കിടക്കാൻ, കൂടെ ഭാര്യ ഉണ്ടാവണം, കാല് തെന്നാത്തൊരു ബാത്റൂം അടുത്തുണ്ടാവണം, എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും വേണം. ഇപ്പം അതേ ദുന്യാവിൽ ആഗ്രഹമുള്ളൂ. ആ ആഗ്രഹത്തിലേക്ക് ചുരുങ്ങി അവസാനം അതും വേണ്ട. ഇന്നിപ്പോ ചായ കുടിക്കാൻ വേണമെങ്കിൽ നമുക്ക് എടക്കരക്ക് പോകാം, ഗൂഡല്ലൂർക്ക് പോകാം, അപ്പുറത്ത് നിലമ്പൂർക്ക് പോകാം. നാളെ ഒരു കാലിച്ചായ മുമ്പിൽ കൊണ്ടുവച്ച് കുടിച്ചോളെന്ന് പറഞ്ഞാൽ അതുപോലും കുടിക്കാൻ തോന്നാത്ത ഒരു ജീവിതമാണ് നീണ്ടുപോകുന്നോറും നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും മനുഷ്യൻ ചതിക്കപ്പെടുക. ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയ. അവൻ എപ്പോഴും ഈ ദുന്യാവിലെ ജീവിതത്തെ തന്നെ തെരഞ്ഞെടുക്കുക. ദുന്യാവും പരലോകവും നേർക്കുനേർ നിൽക്കുന്ന സമയത്ത് അവൻ ദുന്യാവിനെ തന്നെ, അതിൻ്റെ സുഖം, അതിലെ ആഡംബരം, അതിലെ ആസക്തി, അതിലെ സമ്പാദ്യം, അതിലെ നേട്ടം, അതിലെ അനുഭവങ്ങൾ, അനുഭൂതികൾ അത് തന്നെ. പക്ഷേ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ഇതിന്റെ സങ്കടപ്പെടാറിയങ്ങൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും അയാളെ മത്സരിപ്പിച്ച രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനങ്ങളുടെയും നെഞ്ചിടിപ്പ് ഏറ്റവും കൂടുന്ന സമയം എപ്പോഴെങ്കിലും അറിയോ? ആ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന സമയത്താണ്. ഓരോ വോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അത് എണ്ണുന്ന സമയത്ത് ഒരു വോട്ടിനൊക്കെ തോറ്റുപോകുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ നെഞ്ചിടിപ്പ് എവിടെ കേൾക്കാറുകൾ അല്ലേ? അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതേപോലത്തെ ഒരു നൃത്തം നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടി വരുന്ന. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു. റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ? ആയിഷ ബി പറഞ്ഞു, റസൂലേ എനിക്ക് പേടിയാവുക. എന്തേ? ഈ ലോകത്ത് എനിക്കൊരുപാട് ആൾക്കാരുണ്ട് എന്നെ സഹായിക്കാൻ, ഞാൻ പറയും മുമ്പേ കാര്യങ്ങൾ നിറവേറ്റിത്തരാൻ എനിക്കൊരുപാട് ആളുകളുണ്ട്. പക്ഷെ ഞാൻ മരിച്ചാൽ എന്നെ കബറിൽ കൊണ്ടുപോയി എല്ലാവരും മടങ്ങല്ലേ, പിന്നെ ഞാൻ ഒറ്റക്കല്ലേ? എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്കല്ല അനുഭവിക്കേണ്ടത്. എൻ്റെ ഭയവും എൻ്റെ പ്രതീക്ഷയും എൻ്റെ ഒക്കെ ഞാൻ ഒറ്റക്ക് അനുഭവിക്കണ്ടേ? അതോർത്ത് കരഞ്ഞു പോയതാണ്. എന്നിട്ട് ആയിഷ ബി ചോദിച്ചു, റസൂലേ നാളെ പരലോകത്ത് അങ്ങൊക്കെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തായിരിക്കും. അള്ളാഹുവിൻ്റെ ഹബീബാണ്, ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ്. ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കൂ റസൂലേ അങ്ങ്? സ്വാഭാവികമായ ചോദ്യം, സങ്കടത്തിൻ്റെയും ഭയപ്പാടിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബീവിയോട് പറയാം, ആയിഷ നീ എന്തിനാ അങ്ങനെ ബേജാറാവണ്? ഞാൻ നിന്നെ മറക്കുവോ എന്ന ഒരു ചോദ്യം പ്രവാചകൻ ആയിഷയോട് ചോദിക്കാം, ആശ്വസിപ്പിക്കാനെങ്കിലും. പക്ഷെ പ്രവാചകൻ യാഥാർത്ഥ്യങ്ങളാണ് സംസാരിക്കുക. പ്രവാചകൻ പറഞ്ഞു, ആയിഷ 3 സമയമുണ്ട്. ആ സമയം കഴിയാതെ ഒരാളും വേറെ ഒരാളെക്കുറിച്ചും ആയിഷ ഓർക്കൂല, ഓർക്കാൻ കഴിയില്ല. അയാളെക്കുറിച്ച് വേവലാതിപ്പെടുന്ന സമയ അത് കഴിയാതെ ഒരാളും വേറെ സ്വന്തം മക്കൾ മുമ്പിലുണ്ടാവാം, മാതാപിതാക്കൾ ഉണ്ടാവാം, ഇണകളും സ്വന്തക്കാരും ഉണ്ടാവാം. ഒരാളും ഒരാളെയും അറിയുകയില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖി വഉമ്മിഹി വഅബി വസ്വാഹിബത്തിഹി വബനി. സഹോദരന്മാര്, മാതാപിതാക്കള്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള് ഇവരൊക്കെ കാണും. പക്ഷെ ഒരു കണ്ട പരിചയം പോലും ആ മുഖത്തുണ്ടാവൂല. പരസ്പരം തിരിച്ചറിഞ്ഞാലും തിരിച്ചറിയാത്ത വിധം അവർ ഒറ്റക്കോടുകയാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും
യൗമഇദിൻ ശഅ്നു യുഅ്നി. ഓരോരുത്തർക്കും അവനവന് ഏറ്റമാത്രം അവനവന്റെ മനസ്സിൽ തന്നെ പേടിയായി നിലനിൽക്കുമ്പോൾ മറ്റുള്ളവനെ നോക്കാനും പരിഗണിക്കാനും അവിടെ സാധ്യമല്ല. ആ ഓട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ദിവസം. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി. പുസ്തകങ്ങൾ എല്ലാവരും ഇവിടെ നിന്നോളി, എല്ലാവരും ജീവിതത്തിന്റെ പുസ്തകങ്ങൾ തരാൻ പോവാട്ടോ. റിസൾട്ടാണ്, റിസൾട്ടിന്റെ ഒന്നാം ഘട്ട. ആ പുസ്തകം വലതു കൈകൊണ്ട് മുൻഭാഗത്തുകൂടി ആർക്കാണോ സ്വീകരിക്കാൻ പറ്റുന്നത് അവന് ശുഭാപ്തി വിശ്വാസമാവാം, അവന്റെ കാര്യം ഏകദേശം നല്ല രൂപത്തിലാണ്. ഇടതു കൈയിലൂടെ പിൻഭാഗത്ത് നിന്ന് പേര് വിളിക്കപ്പെട്ട് ആ പുസ്തകം വാങ്ങേണ്ടി വരുന്നത് ആരാണോ അവന്റെ കാര്യം ഏകദേശം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, അവന്റെ കാര്യം അപകടമാണ്. അതുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ, ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ പുസ്തകം എൻ്റെ മുൻഭാഗത്തു കൂടി കിട്ടിയെങ്കിലെന്ന്. അപ്പോൾ എൻ്റെ പേര് പിന്നിൽ നിന്ന് വിളിക്കപ്പെടുമ്പോൾ, എൻ്റെ ഇടതു കൈയിലേക്ക് പുസ്തകം വന്നു ചേരുമ്പോൾ ഞാൻ എത്തിപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറയാൻ, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി. ആർക്കാണോ വലതു കൈയിലേക്ക് അവന്റെ പുസ്തകം സ്വീകരിക്കാൻ സാധിക്കുന്നത്, ഫയഖൂലു ഹാഉമുഖ്റഹു കിതാബിയ. സന്തോഷം കൊണ്ട് ആഹ്ലാദത്തിന്റെ വല്ലാത്ത പെരുമയിൽ അവൻ ആർത്തു വിളിക്കും, ഇതാ എന്റെ റിസൾട്ട് കിട്ടിയിരിക്കുന്നു, വായിച്ചു നോക്കൂ. ഹാഉമുഖ്റഹു കിതാബിയ. അല്ലേ, പരീക്ഷയിൽ ജയിച്ച ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ആ സർട്ടിഫിക്കറ്റുമായിട്ട് കൂട്ടുകുടുംബത്തിലേക്ക് ഓടി വന്നിട്ട് ചാടിയിട്ട് ആ കുട്ടി പറയും, നോക്കൂ എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ജയിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ പറയുന്ന ദാ എൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കൂ. സന്തോഷത്തിന്റെ ആഹ്ലാദമാണ്. അവൻ ആർത്തു വിളിക്കുകയാണ്, ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഇങ്ങനത്തെ ഒരു പുസ്തകം എനിക്ക് വെറുതെ കിട്ടിയതല്ല. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഇങ്ങനത്തെ ഒരു ദിവസം, എൻ്റെ കർമ്മങ്ങളെ കൃത്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് എന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ജീവിച്ച കാലം അത്രയും ആ ഓർമ്മയിലാണ് ഞാൻ ജീവിച്ചത്, ആ ചിന്തയിലാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ വിചാരം അത് ഉറപ്പായിരുന്നു, ഇത്തരമൊരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അതിർത്തിക്ക് പുറത്തു പോകാതെ ഞാൻ ജീവിച്ചു. അതുകൊണ്ട് അവന് നേരത്തെ പറഞ്ഞ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, അല്ലലും അലട്ടലുമില്ലാത്ത, സങ്കടങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത, മരണമില്ലാത്ത, അവസാനമില്ലാത്ത തൃപ്തികരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചോളൂ. ഫി ജന്നത്തിൻ ആലിയ, അതായത് ഏറ്റവും ഉന്നതമായ സ്വർഗീയ സുഖങ്ങളിലേക്ക് പ്രവേശിക്കുക. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി. അപ്പോൾ ആരുടെ ഇടതു കൈയിലേക്കാണോ ആ ഗ്രന്ഥം വന്നു ചേരുന്നത്, നമുക്കറിയില്ലല്ലോ ഇത് എവിടുന്ന കിട്ടുന്നറിയില്ല. മുൻഭാഗത്ത് നിന്ന് പേര് വിളിക്കപ്പെട്ട് വലതു കൈയിലേക്ക് ഗ്രന്ഥം വാങ്ങുന്നവർ സന്തോഷം കൊണ്ട് തിമർക്കുമ്പോൾ ചില പേരുകൾ പിൻഭാഗത്ത് നിന്നാണ് വിളിക്കുന്നത്. ആ പുസ്തകങ്ങൾ ഇടതു കൈകളിലേക്കാണ് വന്നു ചേരുന്നത്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി. ആരുടെ ഇടതു കൈകളിലേക്കാണോ ആ പുസ്തകം വന്നു ചേരുന്നത്, ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. ഓം വിളിച്ചു പറയാ, പടച്ചോനെ ഈ പുസ്തകം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനി ലം ഊത കിതാബിയ. ഈ പുസ്തകം, എൻ്റെ ജീവിതത്തെ രേഖപ്പെടുത്തിയ ഈ സാധനം, ഇത് കിട്ടാതെ വന്നാൽ, ഇതെനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്നവൻ ആർത്ത് വിളിക്കുക. നോക്കിയാൽ രണ്ട് ആൾക്കാർ ആ കൂട്ടത്തില്. ഒന്ന് ദാ എൻ്റെ പുസ്തകം നോക്കൂ, ഇതൊന്ന് വായിച്ചു നോക്കൂ എന്ന് ആഹ്ലാദം കൊണ്ട് തുള്ളിക്കളിക്കുന്ന ഒരു വിഭാഗം. മറുഭാഗത്ത് കിട്ടിയ പുസ്തകത്തിനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ പുസ്തകം കിട്ടാതിരുന്നെങ്കിൽ, കാരണം അവന്റെ ഭാവി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവന് തീർച്ചയാവുകയാണ്. സങ്കടത്തിന്റെയും വേദനയുടെയും ലോകം. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. എൻ്റെ ഈ പുസ്തകം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
വലം അദ്രി മാ ഹിസാബിയ, എൻ്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഓർമ്മയില്ലാതെ, ഞാനില്ലാതെ, ഞാൻ തന്നെ ഇല്ലാതെ, എനിക്കൊരു വിചാരണയില്ലാതെ, ആ വിചാരണ എന്താണ് എന്ന് അറിയാത്ത രൂപത്തിൽ അതിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനി കാനത്തിൽ ഖാളിയ, ഞാൻ ഭൂമിയിൽ വെച്ച് മരിച്ചല്ലോ, ആ മരണം എൻ്റെ അവസാനമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ മരണത്തിന് ശേഷമുള്ള പുനർജന്മത്തിലാണല്ലോ ഞാനിപ്പോൾ ഈ കുടുങ്ങിയത്. ആ മരണത്തോടു കൂടി എല്ലാം തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവരങ്ങനെ ആർത്തു വിളിച്ച് കരയാണ്. ഹലക അന്നി സുൽത്താനിയ, എനിക്കൊരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ പറയുന്നത് ചെയ്തു തരാൻ ആളുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടായിരുന്നു, എന്നെ സമാധാനിപ്പിക്കുവാനും എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കുവാനും ഏത് തെറ്റുകൾക്കും എനിക്ക് സഹായമാവാനും എനിക്ക് ആളുകൾ ഉണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു. ഹലക അന്നി സുൽത്താനിയ, പക്ഷേ എൻ്റെ എല്ലാ അധികാരങ്ങളും എനിക്കിന്ന് നഷ്ടമായിരിക്കുന്നു. ഒരധികാരമല്ല, ഉടുതുണി പോലും എടുത്തിട്ടില്ല, കാലിൽ ചെരുപ്പില്ല, അരയിലൊരു ചരടില്ല, കത്തിയൊലിക്കുന്ന സൂര്യന് കീഴെ സമ്പൂർണ്ണ നഗ്നരായി വേർത്തൊഴുകി നിസ്സഹായതയുടെ പാരമ്യത്തിൽ നിൽക്കുകയാണ്. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം, എൻ്റെ ശക്തി, എൻ്റെ കഴിവ് എനിക്ക് നഷ്ടമായിരിക്കുന്നു. എൻ്റെ സ്വത്ത്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, തെറ്റുകൾ ചെയ്തത് പലപ്പോഴും സ്വത്തിന് വേണ്ടിയാ, അങ്ങനെ ഉണ്ടാക്കിയ സ്വത്ത്, ആ സ്വത്ത് മുഴുവനും എനിക്ക് നഷ്ടമായി. തിരിച്ചറിയാണ്, ഒന്നുമില്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തില്ല. അധികാരത്തിന്റെ കസേരയിൽ എല്ലാവരെയും അടക്കി ഭരിച്ച അധികാരത്തിന്റെ യാതൊന്നും അവന്റെ കൂടെ ഇല്ല, ഒന്നുമില്ല, അവൻ തനിച്ചങ്ങനെ നിൽക്കുക. അപ്പോ ഈ ആർത്തുവിളിക്കിടയിൽ പടച്ച റബ്ബിന്റെ അവസാനത്തെ വിധി വരികയാണ്. ഖുദൂ, പിടിച്ചോ, ഓനങ്ങോട്ട് പിടിച്ചോളൂ. ഖുദൂ, അവനെ പിടിക്കുക. ഫഉല്ലു, അവനെ ബന്ധനത്തിലാക്കൂ. ഇനി ആർത്ത് വിളിക്കണ്ട, ഇനി പെടഞ്ഞ് കരയണ്ട, അവനെ പിടിച്ച് കെട്ടിയിടൂ. സുമ്മൽ ജഹീമ സല്ലു, പിന്നെ ഇതാ ആ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അവനെ തൂക്കിയെറിയൂ, എറിഞ്ഞോളൂ, ആ നരകത്തിലേക്ക് അവനെ ഇട്ടോളൂ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാൻ ഫസ്ലുഖു, 70 മുഴം നീളമുള്ള ആ കനത്ത ചങ്ങലകൾക്കുള്ളിലേക്ക് അവനെ പ്രവേശിപ്പിച്ചോളൂ. ഇനി അനങ്ങണ്ട, കത്തുന്ന തീയിലേക്ക് ചങ്ങലകളിൽ ബന്ധിച്ച് ഒരാളെ വലിച്ചെറിഞ്ഞാൽ. ഇവിടെ അടുത്ത് കുറച്ച് മുമ്പ് ഏതോ ഒരു ഈ ദിവ്യ കേന്ദ്രത്തിൽ തീപിടുത്തുണ്ടായി. ആ തീപിടുത്തുണ്ടായപ്പോൾ അവിടെ തൂണുകളിൽ ബന്ധിക്കപ്പെട്ട് ചികിത്സയിലായിരുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു. ചങ്ങലകളിൽ ബന്ധിച്ച് മാനസിക രോഗികളായി ചികിത്സിക്കപ്പെടുന്ന കുറേ ആളുകൾ. അവരാ തീയിൽ വെന്ത് മരിച്ചു, രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിനെപ്പറ്റി വലിയ സങ്കടങ്ങൾ ഉണ്ടായി. ഒന്ന് പെടയാൻ പോലും പറ്റാത്ത വിധം കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് ആ തീ കത്തിത്തീരും വരെ അതിൽ എരിഞ്ഞമരേണ്ടി വന്ന മനുഷ്യജന്മങ്ങളെന്ന്. അതിനേക്കാൾ ഭീകരമാണ് ഈ പരീക്ഷയിൽ തോറ്റവന്റെ പാരത്രിക ലോകത്തെ അവസ്ഥ. അനങ്ങാൻ പറ്റാത്ത വിധം 70 പോഴും നീളമുള്ള ചങ്ങലകൾ എന്ന് പറഞ്ഞാലേ അനങ്ങാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ട് ആ തീയിലേക്ക് എറിഞ്ഞോളൂ. അവർ തീയിലേക്കും മറ്റുള്ളവർ ഫി ഈശത്തിർ റാദിയ, സന്തോഷത്തിന്റെ സ്വർഗത്തിലേക്കും യാത്രയാവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി തോൽക്കരുത്, മറ്റുള്ളവരെ ജയിപ്പിക്കാൻ വേണ്ടി തോൽക്കുന്നവരാവരുത്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൃത്യമായ ബോധ്യമുണ്ടാവണം. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. സ്വർഗം വേണോ നരകം വേണോ, ആ രണ്ടിലേത് സ്ഥാനങ്ങൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് നിശ്ചയിക്കപ്പെട്ടവനാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത, ആരും കൂടെ ഇല്ലെങ്കിലും ആരും ഒപ്പമില്ലെങ്കിലും നമുക്കൊറ്റക്ക് ജയിക്കാനും തോൽക്കാനും പറ്റുന്ന തെരഞ്ഞെടുപ്പാണ്. അല്ലേ, എനിക്ക് ജയിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ഒപ്പം ആരും ഇല്ലല്ലോ, എന്നെ പിന്തുണക്കാൻ ആരുമില്ലല്ലോ. ഇവിടെ ഒന്നും വേണ്ട, ഒറ്റക്ക. നന്മ ആര് ചെയ്തോ അത് ഒറ്റക്ക് ഇരുട്ടത്ത് റൂമിന്റെ ഉള്ളിൽ ആരും കാണാനില്ല, ആരും അറിയണില്ല, എന്തായിക്കോട്ടെ ഒരു ഖൈറ് അവൻ ചെയ്തോ, യറ, അതിന്റെ ഫലം അവൻ അനുഭവിക്കും. അത്രയും തിന്മ ചെയ്തോ അതും അനുഭവിക്കും. കള്ളവോട്ടുകളില്ല. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടുകളില്ല.
സ്വാധീനങ്ങളില്ല, അക്രമങ്ങളില്ല. ബാലറ്റ് പേപ്പറിലോ ഇലക്ഷൻ മെഷീനുകളിലോ കൃത്രിമം കാണിച്ച് ഒരാളെ ആരും തോൽപ്പിക്കൂല, ഒരാളാരും ജയിപ്പിക്കൂല. സ്വന്തമായിട്ട് ജയിക്കണം, സ്വന്തമായിട്ട് തോൽക്കും. ആരെയും കാത്തു നിൽക്കണ്ട. ഈ ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്തു ചെയ്യുമ്പോഴും ഞാൻ ഒരു സ്ഥാനാർത്ഥിയാണ്, എനിക്ക് തോൽക്കരുത്, ഞാൻ ജയിക്കണം. അള്ളാഹു ഒരാളോടും ഇത്തിരി പോലും അതിക്രമം കാണിക്കൂല. എന്തേ? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആരോപിച്ച് മറ്റെല്ലാ തെറ്റുകളും അവന്റെ തലയിൽ വെച്ച് കെട്ടി അള്ളാഹു ഒരാളെയും നരകത്തിലേക്ക് എറിയൂല. ഒരാളോടും അള്ളാഹു ഇത്തിരി പോലും അക്രമം കാണിക്കൂല. അവനവൻ ചെയ്തത് മാത്രം അനുഭവിക്കും. അതുകൊണ്ട് ഏതു സമയത്തും അവസാനിച്ചേക്കാവുന്ന ഒരു സോപ്പ് കുമിള പോലത്തെ ജീവിതം. പ്രായമൊന്നുമില്ല, എപ്പോഴും തീർന്നേക്കാം, സ്വപ്നങ്ങളൊക്കെ എപ്പോഴും തകർന്നടിഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കാതിരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ നരകത്തിലേക്കല്ല, സ്വർഗത്തിലേക്കുള്ള ഈശത്തി റാളിയ, സംതൃപ്തമായ ജീവിതത്തിലേക്കാണ് ഞാൻ നിയോഗിക്കപ്പെടുന്നത് എന്ന് അത് തിരിച്ചറിയുന്ന സമയത്ത് മാത്രമാണ് അതാണ് വിജയം. അതാണ് വിജയം, ബാക്കിയൊന്നും വിജയമല്ല. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവൻ 24 മണിക്കൂറിന്റെ ഉള്ളിൽ അയോഗ്യനാക്കപ്പെട്ടേക്കാം. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവൻ നാളെ അയാൾ മരണപ്പെട്ടു പോയേക്കാം. മറ്റന്നാൾ പുതിയ സ്ഥാനാർത്ഥി വന്നേക്കാം. ദുന്യാവിലെ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കലെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അത് ഫൈനലാ. രണ്ടാമതൊരു ചാൻസ് ഇല്ല. അടുത്ത ശ്രമത്തിൽ നോക്കാമെന്നില്ല, അടുത്ത പ്രാവശ്യം ആകാമെന്നില്ല. തീരും, അത് അവസാനം. പിന്നെ സമയല്ല. പടച്ചോനെ ഒരു ചാൻസ് കൂടി എനിക്ക് തരുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു നോക്കും. ഒരു ചാൻസും പടച്ചോൻ തരൂല. അത് ലാസ്റ്റാണ്, ഫൈനലാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചാൻസ് ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എപ്പോഴും ഒരു ബോധം ഉണ്ടാവട്ടെ, ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം അർത്ഥിക്കുന്ന, അത് ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ മുമ്പിൽ 2 സ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് ഈശത്തി റാളിയ, സംതൃപ്തമായ മക്കളെയും കുടുംബങ്ങളെയും ബന്ധങ്ങളെയും ചേർത്ത് പിടിച്ച് അല്ലലും അലട്ടലുമില്ലാത്ത സന്തോഷം മാത്രമുള്ള സമാധാനത്തിൻ്റെതു മാത്രമായ ദാറുസലാമിലെ ജീവിതം. രണ്ടാമത്തേത് വേദനകളും ഉത്കണ്ഠകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാത്രമുള്ള, സഹിക്കാൻ കഴിയാത്ത തീജ്വാലകൾ മാത്രം കൂട്ടിനുള്ള ഒരു ജീവിതം. അതിലേത് വേണം? അത് തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയും കഴിവും അള്ളാഹു മനുഷ്യന് തന്നിട്ടുണ്ട്. അത് തെരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളും അവസ്ഥയും അള്ളാഹു തആല തന്നിട്ടുണ്ട്. ആ ഒരു തെരഞ്ഞെടുപ്പിന് മാത്രമായി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ് നമ്മൾ എന്നത് മറക്കാതിരിക്കണം. ബോധ്യത്തോടു കൂടിയും ബോധത്തോടു കൂടിയും ജീവിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് ആ ജനാധിപത്യ രാജ്യത്തെ ചെറുതും വലുതുമായ ഓരോ തെരഞ്ഞെടുപ്പുകളും ആ ജനാധിപത്യ രാജ്യത്തിലെ ഓരോ പൗരനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രാഷ്ട്രീയം എന്നത് മാറ്റി നിർത്തപ്പെടേണ്ടതോ ഒഴിവാക്കപ്പെടേണ്ടതോ ആയ ഒരു കാര്യമല്ല എന്നർത്ഥം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടത് എന്നാണ്. നമ്മൾ പാർക്കുന്ന വീട് നമുക്ക് എത്രമേൽ പ്രധാനമാണോ അത്രമേൽ പ്രധാനമാണ് നമ്മൾ ജീവിക്കുന്ന നാടും. അതുകൊണ്ട് ആ നാട് സമാധാനത്തിൻ്റെ നാടായിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് മാറ്റി നിർത്തപ്പെടേണ്ടതോ അരാഷ്ട്രീയവാദത്തിലൂടെ അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒട്ടും ഗുണകരമല്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്
ഈ രാജ്യത്തിന്റെ ശില്പികളായിട്ട് അറിയപ്പെടുന്ന ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാക്കൾ എന്നറിയപ്പെടുന്ന നേതാക്കന്മാരൊക്കെ തികഞ്ഞ മതേതര വിശ്വാസികളായിരുന്നു. എല്ലാ മതങ്ങളോടും ഒരു മതത്തിനോടും പ്രത്യേകമായ വെറുപ്പില്ലാത്ത വിധത്തിൽ എല്ലാവരും ഒന്നിച്ചു ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിഭജനം നടന്നപ്പോൾ മുസ്ലിങ്ങൾക്കൊരു രാജ്യം എന്ന പേരിൽ മറ്റൊരു രാജ്യം പിറന്നപ്പോൾ, എന്നാൽ ഈ രാജ്യം മറ്റൊരു മതത്തിന്റെ രാജ്യമാവട്ടെ എന്ന് പറയാൻ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിട്ടും ഈ രാജ്യം മതേതരമാവട്ടെ എന്ന് പറയാൻ പ്രേരിപ്പിച്ചത് ആ മതേതര ചിന്ത തന്നെയാണ്. ആ മതേതരത്വ ചിന്തയിൽ നിന്നും ഉടലെടുത്ത നിയമങ്ങളാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. എല്ലാ മതങ്ങൾക്കും എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് അവിടെ ഭൂരിപക്ഷങ്ങളും ഉണ്ടാവും, അവിടെ ന്യൂനപക്ഷങ്ങളും ഉണ്ടാവും. ഭൂരിപക്ഷങ്ങൾ അധികാരം കൈയാളുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ചവിട്ടിമതിക്കപ്പെടുക എന്നത് ലോകത്തിലെ ഒരു സാധാരണ സമ്പ്രദായം. അതില്ലാതിരിക്കാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന കൃത്യമായി ശ്രദ്ധിച്ചു. ഭൂരിപക്ഷ സമൂഹങ്ങൾക്കും ന്യൂനപക്ഷ സമൂഹങ്ങൾക്കും തുല്യമായ അധികാരവും അവകാശവും, ജയിച്ചവനും തോറ്റവനും തുല്യമായ അധികാരങ്ങളും അവകാശങ്ങളും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്തു. ആ ഭരണഘടന സംരക്ഷിക്കത്തക്ക രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഈ രാജ്യത്ത് രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആ ഭരണഘടന ഈ രാജ്യത്ത് നിലനിൽക്കുക എന്നത് ഈ രാജ്യത്തിലെ ഓരോ പൗരന്റെയും അനിവാര്യമായ സംഗതിയാണ്. ആ ഭരണഘടന നിലനിൽക്കാൻ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കാളികളാവുക എന്നത് ഓരോ പൗരന്റെയും അനിവാര്യതയാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന് കൊടുക്കുന്ന എന്തെങ്കിലും സമ്മാനോ ഔദാര്യമോ എന്നല്ല. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും താല്പര്യമില്ല, ഞാൻ വോട്ട് ചെയ്യാറില്ല എന്ന് പറയൽ അത് ബുദ്ധിപരമായ തീരുമാനമല്ല. താൻ ജീവിക്കുന്ന രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായിരിക്കെ ആ ജനാധിപത്യ രാജ്യത്തെ അധികാരികളെ തെരഞ്ഞെടുക്കാൻ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഉണ്ടായിരിക്കെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കാളികളാവുക എന്നത് ആ രാജ്യത്ത് ജീവിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ്, എല്ലാവരുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ ഗൗരവത്തോടു കൂടി കാണുക, ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുക. തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള അരാജകത്വത്തിൻ്റെയോ അനീതിയുടെയോ ചതിയുടെയോ മാർഗത്തിലേക്ക് ഒരിക്കലും കടന്നു പോകാതിരിക്കുക. സുതാര്യമായിരിക്കുക കാര്യങ്ങൾ, സത്യസന്ധമായിരിക്കുക കാര്യങ്ങൾ. അതിനപ്പുറത്തേക്കുള്ള ഏർപ്പാടുകളൊക്കെ എന്തിനായാലും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ തോൽപ്പിക്കുന്ന, മറ്റൊരാളെ ജയിപ്പിക്കാൻ വേണ്ടി റബ്ബിന്റെ മുമ്പിൽ നമ്മൾ തോറ്റുപോകുന്ന വിഡ്ഢിത്തരങ്ങൾക്ക് നമ്മൾ കാവലാളുകളാവരുത്, അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവരുത്. വാക്കുകളും പ്രവർത്തനങ്ങളും അതിര് കവിയരുത്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മതിൽക്കെട്ടുകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ അരുത്. ചേർത്തുപിടിക്കലിൻ്റെയും നന്മയുടെയും പ്രവർത്തനങ്ങൾ. തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ കാര്യത്തിലും തഖ്വയുണ്ടാക്കുന്ന കാര്യത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയുണ്ടാക്കുന്ന കാര്യങ്ങളിലും തെറ്റായ കാര്യങ്ങളിലും നിങ്ങൾ ഒരിക്കലും സഹായിക്കരുത്, സഹകരിക്കരുത്. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തമാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മളും നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ മനോഹരമായി പങ്കാളികളാവുക. അതോടൊപ്പം തന്നെ ഒരു രാജ്യം സമാധാനപൂർണമായിരിക്കാൻ എപ്പോഴും ആ സമാധാനത്തിൻ്റെ വഴിയെ ആഗ്രഹിക്കുകയും ആ സമാധാനത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാന്ദർഭികമായ ഒരു കാര്യം അള്ളാഹുവിൻ്റെ പരീക്ഷയിൽ ജയിക്കുന്ന നല്ല നല്ല വിശ്വാസികളാവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വിചാരണയുണ്ട് എന്ന ബോധ്യത്തോടെ, പരലോകമുണ്ട് എന്ന ബോധ്യത്തോടെ, നരകസ്വർഗമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുന്യാവിന് വേണ്ടി പരലോകത്തെ മറന്നു കളഞ്ഞ് നാളെ പടച്ചറപ്പിൻ്റെ മുമ്പിൽ തോറ്റുപോകുമ്പോൾ ആർത്ത് കരയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വർഗത്തിലെത്തണമെന്ന ബോധ്യത്തോടെയും മോഹത്തോടു കൂടിയും ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ